നമസ്കാരം. താരസംഘടന അമ്മയെ കൈപ്പിടിയിൽ ഒതുക്കിയ പെൺകരുത്തിന്റെ അടുത്ത ലക്ഷ്യം ഓഡിറ്റിംഗ്. താരസംഘടനയുടെ അക്കൗണ്ട് സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കും. അമ്മയുടെ ഓഫീസിൽ സോളാർ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിരുന്നു. സോളാർ സ്ഥാപിച്ചതിനൊപ്പം മറ്റൊരു ഭാരവാഹിയുടെ വീട് ഫ്രീ ആയി സോളാർ ചെയ്തുവെന്നാണ് ആരോപണം. പുതിയ ജനറേറ്റർ വെച്ചപ്പോൾ പണിത് കാണാതാവുകയും ചെയ്തു. ഇത് ഇടുക്കിയിലെ റിസോർട്ടിലുണ്ട് എന്ന് അവിടെ പോയി വന്ന നടൻ പ്രചാരണം നടത്തിയിരുന്നു. എന്നാൽ ഇതിലൊന്നും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അന്വേഷണത്തിന് നീക്കം. ഇതിനിടെ ശ്വേതാ മേനോനെതിരായ കേസിന് പിന്നിൽ ബാബുരാജ് അല്ല എന്ന് സംഘടനയ്ക്ക് ഉറപ്പായിട്ടുണ്ട്. ഇതിൽ പരിശോധനയൊന്നും നടക്കില്ല. എന്നാൽ മറ്റുള്ള വിഷയങ്ങൾ ഗൗരവത്തിൽ പരിശോധിക്കും. അമ്മയുടെ മാസച്ചിലവ് 25,000 രൂപയായിരുന്നു. എന്നാൽ ഇതാ 20 ലക്ഷമായി ഉയർന്നു. ഇതും അന്വേഷണ വിധേയമാക്കും. എന്നാൽ ഈ പ്രശ്നത്തിന് കാരണം കണക്ക് പുസ്തകത്തിലെ സാങ്കേതിക പ്രശ്നം മാത്രമെന്നും വിലയിരുത്തലുണ്ട്. കാർ പോർച്ചിന് സമീപമുള്ള ഷെഡിലെ മദ്യപാനവും ഇനി അനുവദിക്കില്ല. ഈ പരിസരവും ഭാരവാഹികളുടെ നിരീക്ഷണത്തിലാകും. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനുമാണ് ഇനി താരസംഘടനയായ അമ്മയെ നയിക്കുക. സംഘടനയുടെ 30 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് വനിതാ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെയും ലഭിക്കുന്നത്. നടൻ ദേവനെ 27 വോട്ടുകൾക്കാണ് ശ്വേതാ മേനോൻ തോൽപ്പിച്ചത്. രവീന്ദ്രനെതിരെ കുക്കുവിന്റെ വിജയം 57 വോട്ടിനായിരുന്നു. ഉണ്ണി ശിവപാലാണ് പുതിയ ട്രഷറർ. പുതിയ ഭരണസമിതിയിൽ 8 വനിതകളുണ്ട്. 12 താരങ്ങളാണ് എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. വനിതാ സംവരണ സീറ്റുകളിൽ മത്സരിച്ച സരയു മോഹൻ, അഞ്ജലി നായർ, ആശ അരവിന്ദ, നീനക്കുറുപ്പ എന്നിവർ വിജയിച്ചിട്ടുണ്ട്. നടി സജിത ബേട്ടി പരാജയപ്പെട്ടു. ജനറൽ സീറ്റുകളിൽ മത്സരിച്ച കൈലാഷ്, സന്തോഷ് കീഴാറ്റൂർ, ടിനി ടോമ, ജോയ് മാത്യു, വിനു മോഹൻ, ഡോക്ടർ റോണി ഡേവിഡ് രാജ്, സിജോയ് വർഗീസ് എന്നിവരും വിജയിച്ച എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുണ്ട്. നന്ദു പൊതവാള പരാജയപ്പെട്ടു. 287 വോട്ട് നേടിയ കൈലാഷിനാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത്. അമ്മയുടെ പേരിൽ ചിലർ പല വാട്സപ്പ് ഗ്രൂപ്പുകളും ഉണ്ടാക്കുന്നത് പതിവായിരുന്നു. വോട്ട് പിടുത്തത്തിനായി ഉണ്ടാക്കിയ അമ്മയുടെ പെൺമക്കൾ ഗ്രൂപ്പ് ഏറെ വിവാദത്തിൽപ്പെട്ടു. ഇത്തരത്തിലെ ഗ്രൂപ്പുകൾക്കൊന്നും ഇനി അമ്മയുടെ പിന്തുണ ഉണ്ടാകില്ല. സ്പോൺസർമാരിൽ നിന്നും കിട്ടുന്ന പല ചെറിയ തുകകളും അമ്മയുടെ അക്കൗണ്ടിൽ എത്തിയില്ല എന്ന പരാതിയുമുണ്ട്. ഇതിനൊപ്പം അമ്മയുടെ ഓഫീസിൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ചെറിയ സമ്മാനങ്ങളും അത് പലരും എടുത്തുകൊണ്ട് പോകുന്നു എന്നത് തുടങ്ങിയുള്ള ആരോപണങ്ങളും ഉണ്ട്. പാട്ട് മത്സരത്തിന് ഈ സമ്മാനങ്ങൾ വിതരണം ചെയ്തതോടെയാണ് വിവാദം പുറം ലോകത്ത് എത്തിയത്. ഇതിനു പിന്നിലെ ചർച്ചകളിലേക്കും അന്വേഷണം നീളും. സാമ്പത്തിക സുതാര്യതയും മദ്യപാന വിവാദങ്ങളും ഒഴിവാക്കുകയാകും പുതിയ ഭരണസമിതിയുടെ പ്രധാന ലക്ഷ്യം. അച്ചടക്ക ലംഘനവും ഇനി അമ്മയിൽ അനുവദിക്കില്ല. ഗ്രൂപ്പിസം അതിശക്തമായിരുന്നു അമ്മയിൽ. അതിനുള്ള സാഹചര്യവും ഒഴിവാക്കും. സാമ്പത്തിക നേട്ടത്തോടെ ഭരണസമിതിയിലെ ആരും പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പിക്കാൻ പ്രത്യേക കരുതലും ഉണ്ടാകും. പലവിധ ഗ്രൂപ്പുകൾ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അതൊന്നും വിജയിച്ചില്ല. മോഹൻലാലും മമ്മൂട്ടിയും പറഞ്ഞിടത്ത അംഗങ്ങൾ വോട്ടുകുത്തി. ഇത് പ്രതീക്ഷയോടെയാണ് ലാലും മമ്മൂട്ടിയുമെല്ലാം കാണുന്നത്. സംഘടനയിൽ പരിഷ്കാരങ്ങൾ ഉണ്ടാകുമെന്നും അത് എല്ലാവരുടെയും നന്മയും സംഘടനയുടെ മേന്മയും ഉറപ്പാക്കും വിധമാകുമെന്നുമാണ് പുതിയ ഭാരവാഹികൾ നൽകുന്ന സൂചന. അമ്മ മക്കളുടേതാണ്, പെൺമക്കളുടേതല്ല എന്ന ശ്വേതാ മേനോന്റെ പ്രതികരണവും ശ്രദ്ധേയമായിരുന്നു.